التمسك بالأثر نجاه. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن شاء الله നമ്മൾ ഈ സംസാരം മൻഹജു സലഫ് എന്ന വിഷയത്തെ അധികരിച്ചാണ് ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന, നമ്മൾ തന്നെയും സ്വയം പരിചയപ്പെടുത്തുമ്പോൾ പറയാറുള്ള ഒരു പദപ്രയോഗമാണ് സലഫികളാണ്, മൻഹജു സലഫിലാണ് എന്നൊക്കെ. യഥാർത്ഥത്തിൽ നമ്മൾ സലഫികളാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ എന്താണതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്. നമ്മൾ 5 നേരം നമസ്കരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാറുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ മുസ്തഖീമായ പാതയിൽ നയിക്കണേ എന്ന്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം പുകഴ്ത്തി, റബ്ബിനെ മഹത്വപ്പെടുത്തി, റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നീ ഞങ്ങളെ നേരായ പാതയിൽ നയിക്കണേ എന്ന്. അപ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വേറെന്ത് നഷ്ടപ്പെട്ടാലും ഇത്രമാത്രം പ്രയാസം നമ്മളുടെ ജീവിതത്തിലുണ്ടാവില്ല. പക്ഷെ ഹിദായത്ത് നഷ്ടപ്പെടുക, ശരിയായ പാതയിൽ നിന്ന്, പാന്താവിൽ നിന്ന് തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അവൻ്റെ ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ അടക്കമുള്ള സൂറത്തുകളിൽ അതിനു പുറമെയൊക്കെ നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ താല്പര്യപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ നീ ഞങ്ങളെ സന്മാർഗത്തിൽ നയിക്കണേ എന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പൊരുളെന്താണ്, ഉദ്ദേശം എന്താണ് എന്ന് പഠിക്കുകയും വേണം. എന്താണ് സന്മാർഗം? നമുക്കറിയാം, ഇസ്ലാമാണ് ശരിയായ ദീൻ എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, ഉൾക്കൊള്ളുന്നു, മറ്റുള്ളവരോട് പറയുന്നു. യഥാർത്ഥത്തിൽ മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. തനതായ കലർപ്പില്ലാത്ത യാതൊന്നും, അഥവാ അള്ളാഹുവോ റസൂലോ പരിചയപ്പെടുത്താത്ത, പഠിപ്പിക്കാത്ത യാതൊന്നും കൂട്ടിക്കലർത്താത്ത തനതായ ഇസ്ലാമിനെയാണ് സലഫിൻ്റെ മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന ആ ശരിയായ പാത എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട സലഫുകളുടെ പാതയിൽ, അതാണ് വിശുദ്ധ ഖുർആനിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യുതഇല്ലാഹ വർ-റസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ ഫഉലൈക, ആ ആളുകൾ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂടെയാണ്. ഇതിനു ശേഷം റബ്ബ് ആ ആളുകൾ ആരൊക്കെയാണെന്ന് പറയും. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള്, ഇവരൊക്കെയാണ് റബ്ബ് അനുഗ്രഹിച്ച ആളുകൾ. ഇവരുടെ പാതയിലാണ് പോകാൻ ഞാനും നിങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ട പണിയാണ് നമ്മളൊക്കെ എടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നബിമാരുടെ പാത അതെന്താണ്? സിദ്ദീഖീങ്ങളായ ആളുകളുടെ പാത, ശുഹദാക്കളായ ആളുകളുടെ പാത, സ്വാലിഹീങ്ങളായ ആളുകളുടെ പാത, ആ അനുഗ്രഹിച്ചവരോടൊപ്പം നമ്മൾ പോകണം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുന്നേ ഈ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരായ ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ ഇഹ്സാനോടുകൂടെ പിൻപറ്റിയ ആളുകൾ, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇവരാണ് യഥാർത്ഥത്തിൽ സലഫുകൾ എന്ന് പറഞ്ഞാൽ. മഹാന്മാരായ സലഫുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയപ്പെട്ട മുഹാജിരീങ്ങളിൽ നിന്നും അൻസാരികളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആദ്യമേ കടന്നു വരികയും അവരെ പിന്തുടർന്നുകൊണ്ട് കടന്നു വരികയും ചെയ്ത ആളുകളാണ്. റബ്ബ് അവരെ തൃപ്തിപ്പെട്ടു, അവർ റബ്ബിനെ തൃപ്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെ റബ്ബ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്വാകത്തുകൂടെ ഒഴുകുന്ന അരുവികൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫീഹാ അബദ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ദാലികൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ സലഫുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പറയപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ പരാമർശിക്കപ്പെട്ട മഹാന്മാരായ സ്വഹാബികളാണ്. അതാണ് ഖാസായി സലഫുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആമായി സലഫുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുൻപേ കഴിഞ്ഞുപോയ മഹാന്മാരായ സ്വാലിഹീങ്ങളായ ഉലമാക്കൾ, അവരൊക്കെ ആമായ സലഫുകളായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം. ആമായതെന്ന് പറഞ്ഞാൽ പൊതുവായതോ, നമ്മളുടെ മുൻപ് ജീവിച്ചു മരണപ്പെട്ടു പോയ, അഥവാ ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചു മരണപ്പെട്ടു പോയ മഹാന്മാരായ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെ, ഷെയ്ഖ് ഇബ്നു ഉസൈമിനെ പോലെ, ഷെയ്ഖ് അൽബാനിയെ പോലെ റഹിമഹുമുല്ലാഹു ജമീഅൻ, അവരുടെ മുൻപ് ജീവിച്ചു മരണപ്പെട്ടു പോയ മഹാരഥന്മാരായ ധാരാളം പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ ഈ പറയപ്പെട്ട സലഫുകൾ എന്നതിൻ്റെ പരിധിയിൽ ആമായിട്ട് പ്രവേശിക്കും. ഖാസായി പ്രത്യേകമായി ഉദ്ദേശിക്കപ്പെടുന്നത് അത് മഹാന്മാരായ സ്വഹാബികളും അവരെ പിന്തുടർന്ന താബിഈങ്ങളും തബഇ താബിഈങ്ങളെയും ഒക്കെയാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നത്, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമ തലമുറ അതിൻ്റെതാണ്, സ്വഹാബത്താണ്. പിന്നെ അവർക്ക് ശേഷമുള്ളവരും പിന്നെ അവർക്ക് ശേഷമുള്ളവരുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബികളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല. കാരണം അവരത്രമാത്രം ശ്രേഷ്ഠത സ്വീകരിച്ചവരാണ്, റബ്ബ് അവർക്ക് കൊടുത്തവരാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ അതാണ് പറഞ്ഞത്. അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടു, അവർക്ക് വേണ്ടി റബ്ബ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. റബ്ബിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗമുണ്ട് എന്ന് പരിചയപ്പെടുത്തിയ ആളുകളാണ്. അതിനേക്കാൾ വലിയ മഹത്വം, ശ്രേഷ്ഠത അവർക്ക് എന്താണ് വേണ്ടത്? അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഹദീസിൽ കാണാം, നിങ്ങൾ സ്വഹാബികളെ ചീത്ത വിളിക്കാൻ പാടില്ല. എന്നിട്ട് അവരോട് പ്രത്യേകത പറയും, ഫലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ, നിങ്ങൾ ഒരു ഉഹദ് മലയോളം സ്വർണം റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയാണ്, എന്നാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ, അവര് ചിലവഴിച്ച കൈവെള്ളയോളം അവർ ചിലവഴിച്ച, അല്ലെങ്കിൽ അതിൻ്റെ പകുതി ചിലവഴിച്ചതിൻ്റെ അത്രയും നിങ്ങൾ എത്തുകയില്ല എന്നാണ്.
അപ്പൊ അതിന്റെ പ്രാധാന്യം നമ്മൾ ചിന്തിച്ചു നോക്കാം. അവർക്ക് റബ്ബ് കൊടുത്ത ശ്രേഷ്ഠതയാണ്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രാധാന്യമാണ് നമ്മൾ പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല, ഇനി നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുക. ഈ സ്വഹാബത്തിനെ സംബന്ധിച്ച്, അവരുടെ പാതയെ സംബന്ധിച്ച് റബ്ബ് എന്താ പറഞ്ഞത്? വമൻ യുശാഖിഖി റസൂല, ആരാണോ പ്രവാചകന് എതിര് പ്രവർത്തിക്കുന്നവർ. അവിടെ ആദ്യം അള്ളാഹ് പറഞ്ഞത് റസൂലിനെ എതിര് പ്രവർത്തിക്കുന്നത് ആരാണോ, അഥവാ ഖുർആനിനും സുന്നത്തിനും എതിര് പ്രവർത്തിക്കുന്നവരാണ് ആരാണോ. വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, കണ്ടോ, അവിടെ നിർത്തല്ല ചെയ്തത്. റസൂലിനെ എതിര് പ്രവർത്തിക്കുന്നവരാരാണോ എന്ന് പറഞ്ഞ് നിർത്തല്ല ചെയ്തത്. വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത പിന്തുടരുകയും ചെയ്തവരാരാണോ. ആരാണ് ഈ മുഅ്മിനീങ്ങൾ? ഒരു മഹാന്മാരായ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിൻ്റെതല്ലാത്തവരുടെ പാത പിന്തുടരുകയും ചെയ്തതാരാണോ, നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ, അഥവാ നാം അവരെ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചു കളയും. അവരേത് വൃത്തികേടിലേക്കാണോ, ഏത് വഴിപിഴവിലേക്കാണോ, ഏത് തിന്മയിലേക്കാണോ തിരിഞ്ഞത്, അവരെ അങ്ങോട്ട് തിരിച്ചു കളയും. മാത്രമല്ല, അവർക്ക് നരകശിക്ഷയുണ്ടായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കണ്ടോ, അപ്പോൾ സ്വഹാബത്തിന്റെ മാർഗം കൈയൊഴിച്ചാൽ, ഖുർആൻ മുറുകെ പിടിക്കുക, സുന്നത്ത് മുറുകെ പിടിക്കുക, മുസ്ലിമീങ്ങളുടെ മാർഗം പിന്തുടരുക. മുസ്ലിമീങ്ങളുടെ മാർഗം അത് സ്വഹാബത്തിന്റെ മാർഗമാണ്. ആ മാർഗം പിന്തുടരുക എന്നുള്ളത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നിർബന്ധമാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ കാണാം, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, സ്വഹാബത്തിനോട് റബ്ബ് പറയാണ്, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലാകുമായിരുന്നു. അപ്പൊ സ്വഹാബത്ത് എങ്ങനെയാണോ ഈമാൻ അവരുടെ ജീവിതത്തിൽ സ്വീകരിച്ചത്, മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിച്ചത്, അത് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലാവും. അവരുടെ മാർഗം സ്വീകരിച്ചാൽ നിങ്ങൾ സന്മാർഗികളാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? അവരുടെ മാർഗം ആര് കൈയൊഴിച്ചോ അവർ ആ വഴിപിഴവിലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നിരവധി ഹദീസുകൾ നമുക്ക് കാണാം, അല്ലെ? നമ്മൾ ധാരാളമായി കേട്ടിട്ടുള്ള ഹദീസാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകാലക്കാരായ യഹൂദികളും നസാറാക്കളും ഒക്കെ പിഴച്ചുപോയതിൻ്റെ ആ വിഭാഗീയതയുടെ പ്രശ്നം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവർ 72 വിഭാഗമായി പിഴച്ചുപോയി. യഹൂദികൾ 71, നസാറാക്കൾ 72. എന്നിട്ട് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ പിഴവിനെ സംബന്ധിച്ച് പറയണം. ഈ ഉമ്മത്തിൽ എത്ര വിഭാഗീയത ഉണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. സതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ, 73 വിഭാഗമായി ഈ ഉമ്മത്ത് പിരിയുമെന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 73 വിഭാഗമായി പിരിയും, ഇനി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സമുദായത്തിലും സമൂഹത്തിലൊക്കെ ഉടലെടുക്കും എന്ന് പറഞ്ഞു നിർത്തല്ല ചെയ്തത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അതിന്റെ പരിഹാരമാർഗവും നിർദ്ദേശിച്ചു. രോഗം മാത്രമല്ല പ്രവാചകൻ പഠിപ്പിച്ചത്, ഇങ്ങനൊരു രോഗമുണ്ടാകും എന്ന് പറയുക മാത്രമല്ല, മറിച്ച് ആ രോഗത്തിന്റെ പരിഹാരവും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെന്താ? അപ്പൊ ആ സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, അവരെല്ലാവരും നരകത്തിലായിരിക്കും ഒരു കൂട്ടരൊഴികെ. സ്വാഭാവികമായും സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അത് ആരാണെന്നറിയാൻ അവർക്ക് അങ്ങേറ്റത്തെ ആഗ്രഹം ഉണ്ടാവും. അവർ ചോദിച്ചു, റസൂലുള്ള ആരാണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് എവിടെ നിലകൊള്ളുന്നുവോ അവിടെ നിലകൊണ്ട ആളുകളാണ്. അവരാണ് വിജയിച്ച ആളുകൾ. ആ വിജയിച്ച ആളുകളുടെ മാർഗത്തിൽ പോയ ആളുകൾ വിജയിക്കും, അവരുടെ പാത പിന്തുടർന്ന ആളുകൾ വിജയിക്കും. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പിഴച്ചു പോകുമെന്നുള്ളതാണ്. ഇത് ഒരാമുഖമെന്നോണം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ട ഒരു കാര്യമാണ്, ഇത് കേവലം സ്വഹാബത്തിന്റെ പാത പിന്തുടരേണ്ടതുണ്ട് എന്ന കേവലം ഒരു സംസാരമല്ല. നുസൂസുകൾ അഥവാ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും എമ്പാടും ധാരാളക്കണക്കിന് ആയത്തുകളും ഹദീസുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളക്കണക്കിന്. അതിൽ വളരെ കുറഞ്ഞ ചില നുസൂസുകളാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്.
വളരെ വ്യക്തമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നസ്സുണ്ട് അല്ലേ, നമ്മളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണു ഫഇന്നഹു മൻ യഇശ് മിൻകും. എത്ര വ്യക്തതയോടുകൂടെയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾ അഥവാ പ്രവാചകന്റെ ശേഷം മിൻ ബഅദി, എന്റെ മരണശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും. ആളുകൾ പലപ്പോഴും ചോദിക്കും, എന്താണ് ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിൽ ഇത്രമാത്രം അഭിപ്രായ ഭിന്നതകൾ, ഇത്രമാത്രം വേർതിരിവുകൾ, പ്രശ്നങ്ങൾ? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഖുർആനും ഹദീസും ശരിക്കും പഠിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രസക്തിയില്ല. അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. പക്ഷെ എവിടെയാണ് പ്രസക്തി? ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് പിഴച്ചുപോയ തെറ്റിപ്പോയ മാർഗത്തിൽ ഞാൻ ഉൾപ്പെടാണ്ട് എങ്ങനെ മാറി നിൽക്കും? ഇവിടെയാണ് പ്രസക്തി. പ്രശ്നങ്ങൾ ഉണ്ടാകും, വിഭാഗീയതകൾ ഉണ്ടാകും, പക്ഷപാതിത്വങ്ങൾ ഉണ്ടാകും, പല പ്രശ്നങ്ങൾ ഉടലെടുക്കും സമൂഹത്തിൽ. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുമ്പോഴും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ അടുത്ത നടപടി എന്താ? എന്നാൽ പിന്നെ നമ്മൾ ഇനി ഒന്നും പഠിക്കണ്ട, ഇനി ഒന്നും മനസ്സിലാക്കണ്ട, ശരിയായ മാർഗവും എനിക്കറിയണ്ട, തിന്മയുടെ മാർഗവും എനിക്കറിയണ്ട, കാരണം ഇത്രയും വിഭാഗീയതക്ക് എങ്ങനെയാണ് എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞ് പിന്മാറണോ? ഒരിക്കലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു നൽകി, ഫഅലൈക്കും ബിസുന്നതി. ആ സമയത്ത് നിങ്ങൾ എൻ്റെ സുന്നത്തിന് മുറുകെ പിടിക്കണം, എൻ്റെ സുന്നത്തിന് മുറുകെ പിടിക്കണം. ഇവിടെ നമ്മൾ മറ്റ് പല റിവായത്തുകളിലും കാണാം ആ സുന്നത്തിന്റെ പ്രത്യേകത പ്രവാചകൻ പരിചയപ്പെടുത്തിയത് അത് മഹജ്ജത്തുൻ ബൈദാ, തെളിഞ്ഞ പാന്താവ് എന്നാണ്. ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. നമുക്ക് സാധാരണ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നടന്നു പോകുമ്പോൾ വഴിതെറ്റാൻ സാധ്യത, ഇരുട്ടുള്ള ഒരു രാത്രിയിൽ നടന്നു പോകുമ്പോൾ വഴിതെറ്റാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. പക്ഷെ നടന്നു പോകുന്ന നടപ്പാത പോലും തെളിമയാർന്നതാണ്. അത് രാവ് പോലെ, പകല് പോലെ, അതിൻ്റെ രാത്രി പോലും പ്രകാശിതമാണെന്ന് പറയുമ്പോൾ അത്രയും തെളിഞ്ഞ മാർഗമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഈ ദീനുൽ ഇസ്ലാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സത്യത്തിൽ ഇത് പഠിക്കാൻ തയ്യാറായാൽ, വളരെ ഇഖ്ലാസോടുകൂടെ സത്യസന്ധമായി ദീനിനെ സമീപിക്കാൻ തയ്യാറായാൽ, അതൊരു നേരം പോക്കല്ല. അതെന്തെങ്കിലും സമയത്തേക്ക്, കുറച്ച് സമയത്തേക്ക് എൻ്റെ ജീവിതത്തിലൊരു ഭാഗം അല്ലെ, കച്ചവടം പോലെ, കുടുംബജീവിതം പോലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സൈഡിൽ ഒരു ഭാഗം പോലെ ദീനിനെ കാണാതെ എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ ദീൻ നിലനിർത്തി ജീവിക്കുക എന്നുള്ളതാണ് എന്ന ചിന്തയോടുകൂടെ ഗൗരവത്തിൽ ഈ ദീനിനെ നമ്മൾ സമീപിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തെളിമയാർന്ന പാതയാക്കി കാണിച്ചു തരുന്നു. അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത് ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിന് മുറുകെ പിടിക്കുക, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, സന്മാർഗം സിദ്ധിച്ചവരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗം പിന്തുടരുക. അപ്പോൾ ഹദീസിന്റെ ബാക്കി നമുക്ക് കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. പ്രവാചകൻ ഇവരുടെ പാതയെ മുറുകെ പിടിക്കണം, സുന്നത്തിനെ മുറുകെ പിടിക്കണം, സ്വഹാബത്തിന്റെ ഈ പാതയെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പ്രയോഗിക്കുന്നത് തമസ്സകൂ ബിഹാ എന്നാണ്. നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, എന്നിട്ട് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ്. നമ്മൾ ആ പ്രയോഗത്തിന്റെ ആ ഒരു എത്രമാത്രം അത് ഗൗരവത്തിലാണ് പ്രവാചകൻ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത്രമാത്രം വിഭാഗീയതകളും ഭിന്നതകളും പ്രശ്നങ്ങളുമൊക്കെ സമൂഹത്തിൽ ഉടലെടുക്കുമ്പോൾ കേവലം ഒരു ചെറിയൊരു പിടി പിടിച്ചാൽ പോരാ, ശക്തമായി അതിന് പിടിക്കേണ്ടി വരും. മാത്രമല്ല ശരിക്ക് കൈകൊണ്ട് ചിലപ്പോൾ ശക്തമായിട്ട് പിടിച്ചാൽ അതുകൊണ്ട് മതിയാവൂല. അപ്പൊ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കേണ്ടി വരും. അത്ര ബലത്തോടുകൂടെ മുറുകെ പിടിക്കണം. നമുക്കറിയാം, ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ സുന്നത്തനുസരിച്ച്, സ്വഹാബത്തിന്റെ മാർഗമനുസരിച്ച് മുന്നോട്ട് പോകാൻ എത്രമാത്രം പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ വലിയ പ്രതിഫലമാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരിക്കലും സമുദായത്തിലേക്ക്, സമൂഹത്തിലേക്ക്, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് അതൊന്നും പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഒരു മാർഗമല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഏതൊരു കാലഘട്ടത്തിലേക്കും ഇസ്ലാം എന്നത് അത് ആപ്റ്റാണ്, അത് അനുയോജ്യമാണ്. അതിലേക്ക് മടങ്ങിപ്പോകാനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ആ മടങ്ങിപ്പോക്ക് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ടതുപോലെ അത് കൃത്യതയോടുകൂടെ ആണെങ്കിൽ
നമുക്ക് വിജയമുണ്ടായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അങ്ങനെ ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അത്രയും പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നാലും ഹക്കിൻ്റെ ഒരു വിഭാഗം ആളുകൾ അത് അവസാനം വരെ നിലനിൽക്കും, അതില്ലാതായി പോവില്ല. അപ്പം ആ വിഭാഗം ആളുകൾ അവരുടെ സവിശേഷതകൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സവിശേഷതകളാണ് ഈ വിശുദ്ധ ഖുർആനിലും ഹദീസുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നമ്മൾ ചരിത്രവും അതുപോലെ തന്നെ ഖുർആനും സുന്നത്തും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും സ്വഹാബത്തിന്റെ മാർഗത്തിന്റെ ഗൗരവം, വലുപ്പം എത്രമാത്രമായിരുന്നു എന്ന്. അല്ലേ, നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള സംഭവമാണ് ഖവാരിജുകളുടെയും അതേപോലെ ഖദരിയാക്കളുടെയൊക്കെ സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഖവാരിജകളുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബി പോലും ഉണ്ടായിരുന്നില്ല എന്നാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിക്കാൻ വേണ്ടി അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വഹാബത്തിന്റെ പ്രത്യേകത അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കാണ് വഹി ഇറക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കിനാണ് പ്രാധാന്യം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ശേഷം പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ സ്വഹാബിയില്ല. അവരോട് പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരൊറ്റ സ്വഹാബിയില്ല. കണ്ടോ, കാരണം സ്വഹാബികൾ പഠിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിൽ നിന്നാണ്. അവർക്കറിയാം എന്താണ് ശരിയായ വിശ്വാസം, എവിടെയാണ് ശരിയായ രീതിശാസ്ത്രം എന്താണെന്ന് അവർ കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ ഖദരിയാക്കൾ സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ള സംഭവമായിരിക്കും. യഹ്യ ഇബ്നു യഅ്മർ റഹിമഹുല്ലയും അതുപോലെ തന്നെ ഹുമൈദ് റഹിമഹുല്ലയും അവർ രണ്ടുപേരും കൂടി ഹജ്ജിനോ ഉംറക്കോ വേണ്ടി പുറപ്പെട്ടു പോകുമ്പോൾ അവർ പരസ്പരം ചർച്ച ചെയ്യുന്ന കാര്യം പോലെ എന്താണ്, നമ്മൾ സ്വഹാബികൾ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ നമുക്ക് അവരോട് ചോദിക്കാമായിരുന്നു. സമൂഹത്തിലൊരു ഫിത്ന രൂപപ്പെടുകയാണ്. ഖദറിനെ നിഷേധിക്കുന്ന മഅബദ് അൽ ജുഹനി എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു പിഴച്ച വിശ്വാസം പ്രചരിപ്പിക്കുകയാണ്, ഖദറിനെ നിഷേധിച്ചിട്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള ചർച്ച എന്താണ്, നമ്മൾ ഹജ്ജിന് വേണ്ടി പോകണല്ലോ, ഉംറക്ക് വേണ്ടി പോകണല്ലോ, അവിടെ വെച്ചിട്ട് സ്വഹാബികൾ ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. ഇവരുടെ ഈ വാദഗതികൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് അതിൽ ഗുണപാഠം എന്താണ്. ഒന്ന്, ജനങ്ങൾക്കിടയിൽ ഫിത്നകളും പ്രശ്നങ്ങളും വ്യാപിക്കുമ്പോൾ ശരിയായ ഇമാമുമാരോട്, ശരിയായ ഉലമാക്കളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, ഇവരൊരു പ്രശ്നം രൂപപ്പെട്ടപ്പോൾ മഹാന്മാരായ സ്വഹാബത്തിലേക്ക്, അവരാണ് കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളുകൾ, പ്രവാചകനോട് ചേർന്ന് ജീവിച്ച ആളുകൾ, അവരോട് ചോദിക്കണം. അങ്ങനെ അവർക്ക് അൽഹംദുലില്ലാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായി കണ്ടുമുട്ടാൻ സാധിക്കുകയും അവരോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അവരുമായിട്ട് ഒരു ബന്ധവുമില്ല, അവർ ഞാനുമായിട്ടും യാതൊരു ബന്ധവുമില്ല എന്ന് അവരെ അറിയിച്ചേക്ക് എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം പിഴച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തെ നിരാകരിക്കുന്ന ആൾക്കാർ എത്ര വലിയ ദാനധർമ്മം ചെയ്താലും അവർക്കതിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല എന്നൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ സ്വഹാബത്ത് എങ്ങനെയാണ് ഈ ദീൻ മുറുകെ പിടിച്ചത്, അവരെങ്ങനെയാണ് ഖുർആനിനെയും ഹദീസുകളെയും നുസൂസുകളൊക്കെ മനസ്സിലാക്കിയത് എന്നതിൻ്റെ നേർ ഉദാഹരണങ്ങളാണ്. സഹോദരന്മാർ, ഇതാണ് മൻഹജു സലഫ് എന്നതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മഹാന്മാരായ പണ്ഡിതന്മാർ മൻഹജു സലഫ്, സലഫുകളുടെ മൻഹജ് സ്വീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ആ 4 കാര്യങ്ങളെ മുറുകെ പിടിച്ചിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിലൊന്നാമത്തേത് അവർ പറയുന്നു, അൽ അഖ്ദു ബിമത്തഫഖ അലൈഹി സലഫ്. സലഫുകൾക്കിടയിൽ ഇത്തിഫാഖുള്ള ഒരു വിഷയം സ്വീകരിക്കണം. സലഫുകൾ ഇന്ന ഒരു കാര്യത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നമ്മളായിട്ടൊരു അഭിപ്രായ വ്യത്യാസം കൂട്ടിക്കാർത്തുകയോ അത് ഞാൻ സ്വീകരിക്കാനില്ല എന്ന് പറയുകയോ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ്, അല്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ അഖദിയായ വിശ്വാസപരമായ വിഷയങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. വിശ്വാസപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കൂല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ, അവരോട് ഇബാദത്തിന്റെ ഏതെങ്കിലും അൻവാഴകൾ അവർക്ക് വകവെച്ചു കൊടുക്കാമോ? സ്വഹാബത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു തർക്കമില്ല, തർക്കമില്ലാത്ത കാര്യമാണ്, അത് പാടില്ല, അത് ശിർക്കാണ് എന്നുള്ളത്. അവർക്ക് ഇത്തിഫാഖുള്ള കാര്യമാണ്, അത് ശിർക്കാണ് എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ വിശ്വാസ സംബന്ധമായ വിഷയങ്ങൾ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ അതിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ടുവരാന്നുള്ളത് പാടില്ലാത്തതാണ്, അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
പ്രവാചകൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമനായ വ്യക്തിയാണ് എന്ന് സലഫുകൾ ഏകോപിച്ച കാര്യമാണ്. അദ്ദേഹത്തിന്റെ വിലായത്തിന്റെ വിഷയത്തിൽ, അഥവാ അദ്ദേഹം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമുക്കറിയാം, ഒരുപാട് പിഴച്ച കക്ഷികൾ ഇന്ന് പല വിശ്വാസങ്ങളും പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. സമൂഹത്തിൽ നമ്മൾ വിചാരിക്കാത്തതുപോലെയാണ് പല പുതിയ ചിന്താഗതികളും കടന്നു വരുന്നത്. പഴയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതായിരിക്കും പലതും, അത് പിന്നെ സ്വീകാര്യത ലഭിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടോ നശിച്ചു പോയതായിരിക്കും. ജനങ്ങൾക്കിടയിൽ നിന്ന് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയിട്ട് അല്ലെങ്കിൽ അവരത് കൈയൊഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അതുപോലും ഇന്ന് കടന്നു വരികയാണ് അല്ലേ? ഷിയാഇസത്തെ പോലെ പല വിഭാഗം പിഴച്ച കക്ഷികളൊക്കെ നമ്മൾ കേൾക്കാത്ത നിലക്ക് പല നിലക്ക് എന്ത് ചെയ്യണം, സമൂഹത്തിലേക്ക് അതിൻ്റെ സ്വാധീനം ഉണ്ടാക്കണം. അടിസ്ഥാന വിഷയങ്ങൾ പോലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? അവരെ സംബന്ധിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? പക്ഷെ അവരെ ചീത്ത വിളിക്കുകയും മോശക്കാരാക്കുകയും ചെയ്യുന്ന ഷിയാക്കള്, അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ വിശ്വാസം തരക്കേടില്ല എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ വളർന്നു വരികയാണ്. അപ്പോൾ സത്യത്തിൽ നമ്മളുടെ ദീനിന്റെ ഉസൂലുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക വേണം. അത് ആവർത്തിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും വേണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലക്ക് പിഴവുകളും ഫിത്നകളും ജനങ്ങൾക്കിടയിൽ വ്യാപിക്കണം. ഇത് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഉസൂലുകളെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ പഠിക്കണം. അഇമ്മത്തിന്റെ ഇടയിലോ സലഫുകൾക്കിടയിലോ അഭിപ്രായ ഭിന്നതകളില്ലാത്ത ഇത്തരം ഉസൂലുകൾ നമ്മൾ പഠിക്കണം. രണ്ടാമത്തത്, അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്ത വിഷയത്തിൽ നമ്മളായിട്ട് പുതിയൊരു അഭിപ്രായ ഭിന്നത കൊണ്ടുവരാൻ പാടില്ല. ചിലപ്പോൾ അവർക്കിടയിൽ ഫിഖ്ഹിയായ മസ്തകളിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഫിഖ്ഹിയായ മസ്തകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ 2-3 അഭിപ്രായമൊക്കെ നിലനിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അവർക്കൊന്നുമില്ലാത്തൊരു അഭിപ്രായം നമ്മളായിട്ട് കൊണ്ടുവരിക, അങ്ങനെ പാടില്ല. അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളായിട്ട് പുതിയൊരു അഭിപ്രായം നമ്മൾ മുന്നോട്ട് വെക്കുക, ഫിഖ്ഹിലോ മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അനുവദിക്കപ്പെട്ട ഇജ്തിഹാദിയായ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിത്തീർന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ 2-3 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ യഥാർത്ഥത്തിൽ അത് ഇസ്ലാം അനുവദിച്ചതാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്വഹാബത്തിന്റെ കാലം മുതലേ ഉള്ളതായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് വന്നിട്ട് ഒരഭിപ്രായം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഈ പറയപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിൽ പറയപ്പെട്ട അഭിപ്രായമൊന്നുമില്ലാതെ നമ്മൾ തന്നെ ഒരു അഭിപ്രായങ്ങൾ കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ പറയാ ഇതൊന്നല്ല, ഇന്നതാണ് പുതിയൊരു അഭിപ്രായം എന്ന് നമ്മൾ പറയും. അല്ല, ഫിഖ്ഹിയായ മസലകളിലൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒന്നും പറയപ്പെടാത്തൊരു അഭിപ്രായം നമ്മൾ കൊണ്ടുവരാം, അത് പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ അസ്സുകൂതു അമ്മാ സകതു അൻ, അവർ മൗനം അവലംബിച്ച കാര്യങ്ങളിൽ നമ്മളും ഉണ്ടാതിരിക്കുക. നമുക്കറിയാം, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നതല്ലേ, അല്ലാഹു കൈഫ ഇസ്തവ, എങ്ങനെയാണ് അള്ളാഹ് ഇത് ഇസ്തിവാ ചെയ്തത് എന്ന് ചോദിക്കണം. അദ്ദേഹം ദേഷ്യപ്പെട്ടു എന്നാണ്. അൽ ഇസ്തിവാഉ മഅലൂം, അത് അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു അൻഹു മജ്ഹൂൽ, നമുക്കതിന്റെ കൈഫിയത്ത് അറിയില്ല. വസ്സുആലു അൻഹു ബിദ്അ, അതിനെക്കുറിച്ച് ചോദിക്കുക എന്നുള്ളത് എന്താണ്? ബിദ്അത്താണ്. അപ്പോൾ സ്വഹാബത്ത് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല, അവർ മൗനം അവലംബിക്കുകയാണ് ചെയ്തത്. ഈ അസ്മാ സിഫാത്തായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സ്വഹാബികൾ പ്രവാചകനും റബ്ബും പഠിപ്പിച്ച് നൽകിയ ആ പദപ്രയോഗങ്ങൾ, അതിന്റെ മാന കൃത്യമായി വിശ്വസിക്കുകയും അതിന്റെ കൈഫിയത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത്. റബ്ബുമായി ബന്ധപ്പെട്ട് റബ്ബ് പ്രയോഗിച്ച പ്രയോഗങ്ങളുടെ മാന എന്താണ്? അള്ളാഹ്ക്ക് യദുണ്ട് എന്ന് പറഞ്ഞാൽ യദുണ്ട് എന്നവർ വിശ്വസിച്ചു, പക്ഷേ അതിന്റെ കൈഫിയത്ത് അവർ ചോദിച്ചിട്ടില്ല. അപ്പൊ കൈഫിയത്ത് നമ്മൾ ചോദിക്കാൻ പാടില്ല. അവർ മൗനം അവലംബിച്ച കാര്യങ്ങളിൽ നമ്മൾ മൗനം അവലംബിക്കണം. അതേപോലെ തന്നെ ഫഹ്മുൽ ഖുർആനി വസ്സുന്ന ബിഫഹ്മിഹിം, ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത് അവരുടെ ഫഹ്മു കൊണ്ടാണ്, നമ്മളുടെ കേവല ബുദ്ധി കൊണ്ടല്ല. നമുക്ക് തോന്നുകയാണ് ഇന്നതായിരിക്കും ശരി എന്നെന്റെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എന്താവും? അതുകൊണ്ട് പഴയ പിഴവുകളുണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടില് ഇന്ന് അറിയപ്പെടുന്ന പല കക്ഷികളും അശ്അരി വിശ്വാസം ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുന്ന ആളുകളാണ് അല്ലേ? ഞങ്ങൾ അഖീദ ഫിഖ്ഹിൽ ശാഫിഈ മദ്ഹബിലാണ് എന്ന് പറയും,
അല്ലെങ്കിൽ ഹനഫി മദ്ഹബിലാണ് എന്ന് പറയും. എന്നാൽ വിശ്വാസരംഗത്തോ അത് ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ അശ്അരി മദ്ഹബിലാണ്, അല്ലെങ്കിൽ പറയും ഞങ്ങൾ മാതുരീദി മദ്ഹബിലാണ് എന്ന് പറയും. അപ്പോൾ വിശ്വാസരംഗത്ത് ഇമാം ഷാഫിഈയുടെ മദ്ഹബാണോ? അല്ല. വിശ്വാസരംഗത്ത് ഈ പറയപ്പെട്ട ഇമ്മത്തിന്റെ ഏതെങ്കിലും ആരുടെയെങ്കിലും മദ്ഹബാണോ? അല്ല. അവിടെ വിശ്വാസരംഗത്ത് ഏതാണ്? വിശ്വാസരംഗത്ത് ഈ പറയപ്പെട്ടതുപോലെ അശ്അരി ഇമാമിൻ്റെതാണ് എന്നാണ് അവർ പറയുക. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിത്തീർന്ന വിശ്വാസരംഗത്തുണ്ടായിത്തീർന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് റവാഫിദുകളും ജഹ്മികളും അതിനുശേഷം വന്ന അഹ്ലുൽ കലാമിൻ്റെ അതിനുശേഷം വന്ന ആളുകൾ മുഅ്തസിലികളും ഇവർക്കൊക്കെ ഉണ്ടായിത്തീർന്ന പിഴവുകൾ എന്തായിരുന്നു? നമ്മൾ ഇന്ന് നാട്ടിൽ ഫിലോസഫി എന്ന് കേൾക്കുന്ന ഫൽസഫ എന്ന അറബിയിൽ പറയുന്ന ഗ്രീക്ക് ഫിലോസഫി, അത് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി അതിൻ്റെ സ്വാധീനം ഉണ്ടായിത്തീർന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസ്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ആ ബുദ്ധി കൊണ്ട്, കേവല ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഒരു സമൂഹം. അതാണ് അഹ്ലുൽ കലാം. അത് കുറച്ച് വിശദമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അഹ്ലുൽ കലാം പോലെയുള്ള മുഅ്തസിലി ചിന്താഗതിക്കാർ പറയുന്ന പല റബ്ബുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ അത്ഭുതമാണ്. കാരണം എന്താ? അവരുടെ ബുദ്ധി കൊണ്ടാണ് പല കാര്യങ്ങളും നുസൂസുകൾ മനസ്സിലാക്കിയത്, ഖുർആനെ മനസ്സിലാക്കിയത്, ഹദീസുകൾ മനസ്സിലാക്കിയത്. റബ്ബുമായി ബന്ധപ്പെട്ട അവന്റെ അസ്മാകളെയും സിഫാത്തുകളൊക്കെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ബുദ്ധി കൊണ്ടാണ്. സ്വഹാബത്തിന്റെ മാർഗത്തെ പിന്തുടരല്ല ചെയ്തത്. അതുകൊണ്ടാണ് ഈ മുഅ്തസിലിയാക്കളിൽ അവരുടെ മദ്ഹബ് സ്വീകരിച്ച് വന്ന ആളായിരുന്നു ആര്? ഈ പറയപ്പെട്ട അശ്അരി ഇമാം. പക്ഷെ അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹത്തിന് രണ്ടാം ഘട്ടം അങ്ങനെയായിരുന്നു. ഇവര് റബ്ബിന്റെ എല്ലാ സിഫാത്തുകളെയും ഇങ്ങനെ നിഷേധിക്കാൻ തുടങ്ങിയാൽ, അല്ലെ, റബ്ബിന്റെ വിശേഷണങ്ങളൊക്കെ നിഷേധിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവുക? അപ്പൊ ആ റബ്ബ് എന്ന ആ ഖാലിഖ് അല്ലെങ്കിൽ റബ്ബിനെ കൊണ്ട് പിന്നെ നമ്മൾ എന്താണ് റബ്ബ് എന്ന് പരിചയപ്പെടുന്നത്, എന്താ അർത്ഥമുള്ളത്? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ബുദ്ധി കൊണ്ട് സ്ഥിരീകരിക്കാനാവുന്ന ചില സിഫാത്തുകൾ സ്ഥിരീകരിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ രണ്ടാം ഘട്ടം. ആ അശ്അരി മദ്ഹബാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം പിൽക്കാലത്ത് അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? അദ്ദേഹം ഹക്ക് മനസ്സിലാക്കുകയും ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിലാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് മിമ്പറിൽ കയറി നിന്ന് തന്റെ ജുബ്ബ ഊരി ഞാനിതാ എൻ്റെ മുൻപുള്ള എല്ലാ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ രണ്ടാം ഘട്ടത്തിലുണ്ടായിരുന്ന വിശ്വാസങ്ങളെയാണ് ഇന്ന് ഫോളോ ചെയ്യപ്പെടുന്നത്. അപ്പോൾ സത്യത്തിൽ ബുദ്ധി അത് അമിത പ്രാധാന്യം കൊടുക്കുകയും അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഖുർആനെ ഹദീസിനെ മനസ്സിലാക്കേണ്ടത് കേവല ബുദ്ധി കൊണ്ടല്ല, അത് മഹാന്മാരായ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ്. അപ്പൊ എന്തുണ്ടായി? ദീനിനെ മനസ്സിലാക്കുന്നത് വളരെ കെട്ടിക്കൊടുക്കുള്ളൊരു കാര്യമായി മാറി. അത് വളരെ ലളിതമായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വളരെ പ്രയാസകരമായി തീർന്നു. അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി തീർന്നു, അല്ലെ? കൂട്ടിക്കലർത്തലുണ്ടാവും. അങ്ങനെയല്ലേ? നമ്മളിപ്പോ മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന ഇസ്ലാം, അതിൽ പിന്നെ തൃത്വസങ്കല്പവും മറ്റൊക്കെ കടത്തിക്കൂട്ടി പിന്നെന്തുണ്ടായി? അതിപ്പോ ക്രൈസ്തവര് അവരുടെ വിശ്വാസം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല, അവർക്ക് തന്നെ മനസ്സിലാവണില്ല. ഇതേപോലെ ദീനുൽ ഇസ്ലാമിൽ അവരുടെ ബുദ്ധി കൊണ്ട്, കേവല ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ചപ്പോ, അതിലൂടെ മറുപടി കണ്ടെത്താനും ഉത്തരം കണ്ടെത്താനും യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ എന്തുണ്ടായി? അത് വളരെ വലിയ അപകടത്തിലേക്ക് വഴിവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കേവല ബുദ്ധി കൊണ്ടല്ല, മഹാന്മാരായ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി. കാരണം അവർക്കാണ് ഈ ദീൻ പഠിപ്പിക്കപ്പെട്ടത്, അവരാണത് മനസ്സിലാക്കിയത്. അത് ഏതൊക്കെ വിഷയങ്ങളിലാണ്? എല്ലാ വിഷയങ്ങളിലും. അത് ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല, ദീനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിലൊക്കെ. ആളുകൾ പറയും, എന്നാൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ അതിൽ നിങ്ങളെന്തിനാണ് ഇടപെടുന്നത് എന്ന് ചോദിക്കും. രാഷ്ട്രീയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലെ മുസ്ലിമായ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട നിലപാട് എന്തായിരിക്കണം അവിടെ ജീവിക്കുന്ന ഒരു മുസ്ലിമിൻ്റേത് എന്ന് ഇസ്ലാം കൃത്യമായിട്ട് വരച്ചു കാട്ടി നിൽക്കുന്നുണ്ട്. അത് പറയണം അതിലൊന്നും ഇസ്ലാം ഇടപെടണ്ട എന്നാണോ? ഈ ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ജനാധിപത്യത്തെ പോലെ ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ വളർന്നു വന്ന ഈ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്കൊന്നും കൈകടത്തലുകളൊന്നും നിങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇസ്ലാം മുന്നോട്ട് വെച്ച ആ ഭരണാധികാരികളോടുള്ള നിലപാട് അതിനെ വിമർശിക്കാൻ പാടുണ്ടോ? പാടില്ല. ഇസ്ലാം എന്താണോ ആ വിഷയങ്ങളിൽ അടക്കം
രാഷ്ട്രീയ വിഷയങ്ങളിൽ അടക്കം ഇസ്ലാമിന്റെ നിലപാടെന്താണോ അത് സ്വീകരിക്കണം. ഇത് അല്ലേ നമ്മുടെ നാട്ടിലിപ്പോ ഇപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വർദ്ധിച്ചു വന്നപ്പോൾ അതിന്റെ സാധ്യതകളും അതിലുള്ള ചർച്ചകളൊക്കെ വർദ്ധിച്ചു വന്നപ്പോൾ അതിലിങ്ങനെ ആളുകൾ ചർച്ച ചെയ്യണം. നമുക്ക് മനസ്സിലായത് എന്താണോ, ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായത് എന്താണോ അതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് എവിടെ നിക്ഷേപിക്കണം? ഈ പറയപ്പെട്ട സോഷ്യൽ മീഡിയകളിൽ നിക്ഷേപിക്കണം. അപ്പൊ ശരിയായ ദീനിന്റെ അഹ്കാമുകളെ സംബന്ധിച്ചും അതിന്റെ വിശ്വാസങ്ങളെ സംബന്ധിച്ചൊന്നും മനസ്സിലാക്കിയിട്ടല്ല പലരും സംസാരിക്കുന്നത്. മറിച്ച് പലപ്പോഴും ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ സ്വീകരിച്ച ഒരു ആശയമുണ്ടാവും, അതിനോട് ആളുകളുടെ മൈൻഡിലേക്ക് പോകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രമാത്രം ജനങ്ങൾക്കിടയിൽ അജ്ഞത വർദ്ധിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ദീൻ പഠിക്കുക വേണം. ദീൻ പഠിക്കണം. ശരിയായ ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള പണി നമ്മൾ എടുക്കണം. എന്നാലാണ് ആ ഒരു പണി നമ്മൾ എടുക്കുമ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യാം, ഈ ദീനിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തുകയും ശരിയായ മൻഹജിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ പഠിക്കുന്തോറുമാണ് നമ്മളുടെ പിഴവുകളെ സംബന്ധിച്ചും മൻഹജിൽ നമുക്കുള്ള കുറവുകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലേ? പലപ്പോഴും നമ്മൾ തുലാബുകളോട്, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നമ്മളുടെ നാട്ടിൽ പലപ്പോഴും ആദാബുകൾ പാലിക്കുന്ന വിഷയത്തിൽ നമ്മൾ പിന്നോട്ടാണ് പല വിഷയങ്ങളിലും. ആ ആദാബുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് എന്തിൽപ്പെട്ടതാണ്? സലഫുകളുടെ മൻഹജിൽപ്പെട്ടതാണ്. എല്ലാ ആദാബുകളും, ഒരു ത്വാലിബ് എങ്ങനെയായിരിക്കണം, അവന്റെ സംസാരം എന്തായിരിക്കണം, അവൻ എന്തിലൊക്കെ ഇടപെടണം, എന്തിലൊക്കെ സംസാരിക്കണം, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കുക. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും സംസാരിക്കാമെന്ന അവസ്ഥ വന്നു. എനിക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി ഞാനതിൽ സംസാരിക്കുമെന്ന നിലപാടിലേക്ക് വന്നു. നഅൂദുബില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. എനിക്ക് സംസാരിക്കാൻ അനുവദിക്കപ്പെട്ട മേഖലകൾ എന്തൊക്കെ, വലിയ വലിയ പണ്ഡിതന്മാർ സംസാരിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെ, ഞാൻ എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം, ഞാൻ ആദ്യം പഠിക്കേണ്ടതെന്ത്, പിന്നെ പഠിക്കേണ്ടതെന്ത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഒരു ചിട്ടയായ ക്രമമായ രൂപം നമ്മളൊരു രൂപപ്പെടുത്തിയെടുക്കണം. എന്നിട്ട് അത് പഠിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതാണ് നമ്മൾ മൻഹജ് സലഫി മൻഹജിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്. നമ്മളത് മുറുകെ പിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. ഇനി സഹോദരന്മാരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അഥവാ ഉലമാക്കൾ ഈ മൻഹജ് സ്വീകരിച്ച ആളുകളുടെ സവിശേഷതകൾ അവർ ധാരാളമായിട്ട് എണ്ണി പറയുന്നുണ്ട്. അഥവാ സലഫി മൻഹജ് സ്വീകരിച്ച ആളുകൾക്ക് ഉണ്ടായിരിക്കുന്ന സവിശേഷതകൾ അത് നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും അതുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തേത് ഉലമാക്കൾ പറയുന്നു, അവർ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായിരിക്കും. അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതാണ്, അല്ലേ? നമ്മൾ നോക്കുക, അപ്പം ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്ന പല കക്ഷികളുണ്ട്, പല വിഭാഗങ്ങളുണ്ട്. അവർ ശരിയാണ് തൗഹീദിലേക്ക് ക്ഷണിക്കുന്നുണ്ടാവും, ചിലപ്പോൾ തൗഹീദ് പറയുന്നുണ്ടാവും. അതിൽ പല വിഭാഗങ്ങളും അവരുടെ സംസാരത്തിലൊക്കെ തൗഹീദ് പറയുന്നുണ്ടാവും. പക്ഷേ മുൻഗണനാക്രമം അനുസരിച്ച് തൗഹീദ് എന്നത് ആദ്യഘട്ടവും പിന്നീട് അതിൻ്റെ കീഴിലുള്ളത് അടുത്തതും അങ്ങനെയാണോ? പലപ്പോഴല്ല. പ്രധാനപ്പെട്ട പ്രബോധന വിഷയം തൗഹീദാണോ എന്ന് ചോദിച്ചാലല്ല. പ്രധാനപ്പെട്ട പ്രബോധന വിഷയം തൗഹീദാണോ? അല്ല. ശരിക്കും അമ്പിയാക്കന്മാരഖിലവും നിയോഗിക്കപ്പെട്ടത് എന്തിന്റെ കാരണത്തിന് വേണ്ടിയിട്ടാണ്? ഇത് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. എല്ലാ അമ്പിയാക്കന്മാരെയും നിയോഗിച്ചതിന്റെ കാര്യമായിട്ട് റബ്ബ് എടുത്തു പറഞ്ഞത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാണ്, ഈ തൗഹീദ് ജനങ്ങളെ പഠിപ്പിക്കാനാണ്, അല്ലേ? ആ തൗഹീദ് പഠിപ്പിച്ചത് അത് സമൂഹത്തിൽ അതിന്റെ വേരൂന്നിയപ്പോ, റബ്ബിനെ സംബന്ധിച്ച വിശ്വാസം കൃത്യമായപ്പോ, പിന്നെ ദീനിന്റെ എല്ലാ അഹ്കാമുകളും അവരെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ ഒരു തടസ്സമില്ല. നേരെ മറിച്ച് അത് വേരൂന്നാത്തൊരു സമൂഹത്തിലേക്ക് പിന്നെ എന്ത് പറഞ്ഞിട്ടും എന്ത് പഠിപ്പിച്ചിട്ടും കാര്യം ഉണ്ടാവൂല, അത് നിലനിൽക്കുകയില്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ പ്രസിദ്ധമായ ഒരു ഖൗലുണ്ട്, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിലെ അവസാനക്കാർ നന്നായി തീരുകയില്ല, അവർക്കിടയിൽ ഇസ്ലാഹ് സംഭവിക്കുകയില്ല. എങ്ങനെയല്ലാതെ ആദ്യ വിഭാഗം ആളുകൾ അഥവാ സ്വഹാബത്തും താബിഈങ്ങളിലൊക്കെ എങ്ങനെയാണോ ഈ മാറ്റം ഉണ്ടാക്കി തീർക്കപ്പെട്ടത്,
അതിലൂടെയല്ലാതെ. എങ്ങനെയാണ് അവർക്ക് മാറ്റമുണ്ടായത്? അഖീദയിലൂടെയാണ് അല്ലെ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നില്ലേ, ആദ്യം വന്നുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞത് കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്നല്ല, മറിച്ച് അവരുടെ മനസ്സിലേക്ക് ആദ്യം വേരൂന്നിയത് എന്തായിരുന്നു? തൗഹീദായിരുന്നു. അതുകൊണ്ട് നമ്മൾ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്. നമ്മൾ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം. റബ്ബിനെ കുറിച്ച് കൃത്യമായ വിശ്വാസം ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇറക്കി കൊടുക്കണം. നമ്മളുടെ ആദ്യ പ്രബോധന വിഷയം അതാണ്, തൗഹീദ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കി എന്ത് ലഭിച്ചിട്ടും തൗഹീദ് ഇല്ലെങ്കിൽ അവൾ ആലോചിച്ച് നോക്കി, 5 നേരവും കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, തൗഹീദില്ല, എന്താ കാര്യം അല്ലേ? അതുകൊണ്ട് സലഫുകളുടെ ഒരു പ്രത്യേകത അതായിരുന്നു, അവരുടെ ആദ്യ പ്രബോധന വിഷയം, ഏറ്റവും പരമപ്രധാനമായ പ്രബോധന വിഷയം അതെന്താണ്? തൗഹീദാണ്. ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി തയ്യാറാവണം. രണ്ടാമത്തത് ഉലമാക്കൾ പറയുന്നു, അന്നഹും യുഅദ്ദിമൂന ജമീഅ ഉമൂരിദ്ദീൻ, ദീനിന്റെ മുഴുവൻ കാര്യങ്ങളെയും അവർ മഹത്വപ്പെടുത്തുന്നുണ്ട്, അതിനെ ഗൗരവം കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് അമിത പ്രാധാന്യം, മറ്റേ കാര്യങ്ങളൊക്കെ പ്രാധാന്യമില്ലാത്ത അവസ്ഥ, അങ്ങനല്ല അല്ലേ? നഅൂദുബില്ലാഹ്, ചില ആളുകൾ അവരുടെ ചർച്ചയും അവരുടെ സമയവും ഒക്കെ അവർ ചെലവഴിക്കുന്നത് പലപ്പോഴും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളിലായിരിക്കും. അവരുടെ സമയം മുഴുവൻ അവർ ചർച്ച ചെയ്യുന്നത് ഭൂരിഭാഗം സമയത്തും പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളിലാണ്. ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ. സമയം അത്രയും. ചില ആളുകളുടെ ചർച്ചകൾ പലപ്പോഴും മറ്റു പല പല വിഷയങ്ങളിലുമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ എന്നുള്ളത് അതിൻ്റെ മുഴുവൻ സ്വീകരിക്കുക എന്നുള്ളതാണ് അല്ലേ? ദീനുമായി ബന്ധപ്പെട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊന്നും നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. അത് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതത്ര ഗൗരവമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞതിനെ മാറ്റാൻ പാടില്ല. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് എങ്ങനെ പ്രവേശിക്കണം? കുറച്ചായിട്ടല്ല, പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. അതിൻ്റെ എല്ലാ വശങ്ങളും സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സന്നദ്ധരാവണം. അപ്പോൾ ദീനിൻ്റെ എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാനും അതിനെ ഗൗരവത്തിലെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, അഥവാ നമ്മളുടെ കേവല ബുദ്ധി കൊണ്ട് നുസൂസുകളെ അളക്കാനും മനസ്സിലാക്കാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നുസൂസുകളെ മനസ്സിലാക്കേണ്ടത് ഖുർആൻ, ചിലപ്പോൾ ഖുർആനെ വിശദീകരിച്ചിട്ടുണ്ടാവും. ഖുർആന്റെ ഒരു ആയത്ത് ഖുർആന്റെ വേറൊരു ആയത്ത് കൊണ്ട് വിശദീകരിക്കപ്പെടും, അല്ലെങ്കിൽ ഖുർആന്റെ ഒരായത്ത് ഹദീസുകൾ കൊണ്ട് വിശദീകരിക്കപ്പെടും. ഖുർആന്റെ ഒരായത്ത് മഹാന്മാരായ സ്വഹാബികൾ അവർ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇങ്ങനെ അത് മനസ്സിലാക്കുന്നതിൽ കൃത്യമായ ഒരു രൂപം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളുടെ കേവല ബുദ്ധികൾ ഒരിക്കലും ദീനിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡങ്ങളല്ല. ബുദ്ധി ചിലപ്പോൾ ഇപ്പൊ പറയുന്നതായിരിക്കൂല നാളെ പറയാൻ. എൻ്റെ ഈ പ്രായത്തിലുള്ള മനസ്സിലാക്കലായിരിക്കൂല 10 വർഷം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുക. പലപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പരിധിയുണ്ടെന്ന് പറയും, ബുദ്ധിക്ക് മാത്രം പരിധിയുണ്ടെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റൂല അല്ലേ? നമ്മുടെ കൈക്ക് പൊക്കാൻ പറ്റുന്നൊരു വെയിറ്റ് ഉണ്ട് അല്ലേ? നമ്മളുടെ കണ്ണ് കാഴ്ചെത്തുന്നൊരു ദൂരപരിധി ഉണ്ട്, കാത് കേൾക്കുന്ന ഒരു ശബ്ദത്തിന് പരിധി ഉണ്ട്. പക്ഷെ ബുദ്ധിയുടെ കാര്യം പറയുമ്പോൾ ഇല്ല, അതിന് പരിധിയില്ല എന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങനെയാണ് പലപ്പോഴും എന്ത് ചെയ്യുക, അവരുടെ പ്രവർത്തനത്തിലൂടെ അവർ പ്രകടിപ്പിക്കുക. ദീനിന്റെ എല്ലാ അഹ്കാമുകളും എന്ത് ചെയ്യണം, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ചിലപ്പോൾ നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ്, ആ ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ എന്ന് ഞാൻ വിലയിരുത്തേണ്ടത് എൻ്റെ ബുദ്ധിക്കത് മനസ്സിലായോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല അല്ലേ? സമൂഹത്തിൽ നമുക്ക് അങ്ങനെ കാണാം. ഒരു വിഭാഗം ആളുകൾ ഹദീസുകളെ നിരാകരിക്കുന്നത് കാണാം. കാരണം എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, അത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചോ? മുസ്ലിം ലോകത്ത് ഇജ്മാ ഉള്ളതാണ്. ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ സഹീഹുൽ ബുഖാരി അത് സ്വീകാര്യയോഗ്യമാണ് എന്നുള്ള വിഷയം, അതിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ പോലും ആളുകൾ വിമർശിക്കണം. എന്താ കാരണം? എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കണ്ടോ? അപ്പൊ ഇമാം ബുഖാരി ഉദ്ധരിച്ചു എന്നതുകൊണ്ടാണോ നമ്മൾ സ്വഹീഹുൽ ബുഖാരി ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? ഇമാം ബുഖാരി മറ്റ് ഇതര ഹദീസിന്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹം ക്രോഡീകരിച്ചിട്ടില്ലേ അല്ലേ? അപ്പൊ ഇമാം ബുഖാരി എന്നതല്ല വിഷയം. ശരിയാണ്, അദ്ദേഹത്തിൻ്റെതായ മൻസിലത്തുണ്ട് ഇസ്ലാമിൽ.
അല്ലെങ്കിൽ ഈ ഉലമാക്കൾക്കിടയിൽ. പക്ഷെ അതിനെ അപ്പുറത്തേക്ക് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം ലോകം ഒന്നടങ്കം അവർ സ്വീകരിച്ചതാണ് ഇതിലുള്ള ഹദീസുകൾ സ്വഹീഹാണ് എന്ന വിഷയത്തിൽ. അത് വിമർശിക്കുക, അതിലുള്ള ഹദീസുകൾ കേവല ബുദ്ധി കൊണ്ട് വിമർശിക്കുക എന്നുള്ളത് പാടുണ്ടോ? പാടില്ല. കണ്ടോ, നമ്മളുടെ ബുദ്ധിയല്ല ഒരിക്കലും ദീനിനെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം. മറിച്ച് അത് കൃത്യമായ നിലക്ക് അള്ളാഹുവും റസൂലും ഫഹമു സ്വഹാബ അനുസരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നാലാമത്തത് പണ്ഡിതന്മാർ പറയുന്നു, അന്നഹും യഅ്തഖിദൂന, അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത്, അന്ന അഅ്ദമ അസ്ബാബിൽ ഫിറഖ് ഇഫ്തിറാഖ്, സമൂഹത്തിൽ ഭിന്നതയും പ്രശ്നങ്ങളും രൂക്ഷമാകുന്നത് അല്ലെങ്കിൽ ഉടലെടുക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ഹുവ തശയ്യുഉ വതഹസ്സുബ ബഅദി അൽ മുസ്ലിമീന ഇലാ ത്വായിഫത്തിൻ ഔ ജമാഅ, അത് ഹിസ്ബിയത്തും അതേപോലെ തന്നെ പക്ഷപാതിത്വവും മറ്റും കൊണ്ടൊക്കെയാണ്. അല്ലെ, സമൂഹത്തിൽ പലപ്പോഴും ഭിന്നത രൂപപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭിന്നത രൂപപ്പെടുന്നത് കക്ഷിത്വം കൊണ്ടാണ്. കക്ഷിത്വം കൊണ്ടാണ് പലപ്പോഴും ഭിന്നത രൂപപ്പെടുന്നത്. ആ കക്ഷിത്വം മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായി ദീനിനെ ഈ രൂപത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ സമൂഹത്തിൽ ഭിന്നതകൾ ഇല്ലാതെയാവും. പലപ്പോഴും നമ്മൾ പഠിച്ച ഒരു വിഷയം, ആ വിഷയത്തിനെതിരായി നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ പല ആളുകളും അത് സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്നത് എന്തായിരിക്കും? ഇത്തരത്തിലുള്ള പല തടസ്സങ്ങളായിരിക്കും. എൻ്റെ കക്ഷി പറയുന്നതിനെതിരായി പോകും ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കുന്ന ഇമാമിന്റെ ഖൗലിനെതിരായി പോകും. അല്ലേ? ഇതാണ് പലപ്പോഴും ഹക്ക് സ്വീകരിക്കുന്നതിനെ തൊട്ട് ആളുകൾക്ക് തടസ്സം നിൽക്കുക. അപ്പൊ ഈ ഹിസ്ബിയത്തും അതേപോലെ തന്നെ പക്ഷപാതിത്വം ഒക്കെ മാറ്റിവെച്ച് ദീൻ സ്വതന്ത്രമായി ഖുർആനും സുന്നത്തും സ്വഹാബത്തിന്റെ ഫഹമനുസരിച്ച് അവരിൽ നിന്ന് ദീൻ സ്വീകരിച്ച താബിഈങ്ങളും തബഅ താബിഈങ്ങളും അഇമ്മത്തും തുടർന്നു വരുന്ന ആ പരമ്പര എങ്ങനെയാണോ ദീൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയത് അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഹിസ്ബിയത്തും ഇത്തരത്തിലുള്ള പക്ഷപാതിത്വവും ഒക്കെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് അന്നഹും യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി ബിൽ ഇൽമി വൽറിഫ്ഖി വസ്സബ്രി ബിഖസ്ദിൽ ഇസ്ലാഹ്. അവർ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. ഇത് അഹ്ലുസുന്നയുടെ ഒരു പ്രത്യേകതയാണ്. ജനങ്ങളോട് നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. നന്മ കൽപ്പിക്കുക മാത്രമല്ല, തിന്മ വിരോധിക്കുകയും ചെയ്യും. അല്ലേ? നിങ്ങൾ നമസ്കരിക്കൂ എന്ന് പറയുക മാത്രമല്ല, നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്ന് പറയാൻ കൂടെയുള്ള ആർജവം അഹ്ലുസുന്ന കാണിക്കും. പക്ഷേ അവരത് കൈകാര്യം ചെയ്യുന്ന രൂപം എങ്ങനെയായിരിക്കും? അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ബിൽ ഇൽമി, അറിവോടുകൂടെ ആയിരിക്കും, വരിഫ്ഖി, റിഫ്ഖോടുകൂടെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ റിഫ്ഖ് കാണിക്കേണ്ടടുത്ത് റിഫ്ഖ് കാണിക്കേണ്ട വേണം. എല്ലായിടത്തും ജനങ്ങളോട്, അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ അജ്ഞത വർദ്ധിച്ച കാലഘട്ടമാണ്. ദീനിന്റെ പല അഹ്കാമുകളെ സംബന്ധിച്ചും ജനങ്ങൾക്ക് കാഴ്ചപ്പാടില്ല, അവർക്കറിയില്ല. കാരണം അവർ വളർന്നു വന്ന സാഹചര്യം എങ്ങനെയാണ്. ആ ജനങ്ങളോട് പോയിട്ട് നമ്മൾ അമിതമായിട്ട് അടച്ചാക്ഷേപിക്കുന്ന രൂപത്തിൽ മോശമാക്കി അവരോട് സംസാരിച്ചാൽ സ്വീകരിക്കാൻ തയ്യാറായ ഒരു മനുഷ്യൻ പോലും ചിലപ്പോൾ അത് നിരാകരിക്കും. അതുകൊണ്ട് നമ്മൾ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ റിഫ്ഖ് കാണിക്കണം, ഒരു സോഫ്റ്റ്നെസ് കാണിക്കണം. കാരണം പലർക്കും അറിയില്ല. അപ്പൊ എല്ലാവരോടും ഒരേപോലെയല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടിരുന്നത്. അല്ലെ? അറിവുള്ള ആളുകളോട് ചിലപ്പോൾ നമുക്ക് ചില വിഷയങ്ങളിൽ കുറച്ച് കാർക്കശ്യം കാണിക്കേണ്ടി വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നിസ്കാരം സുദീർഘമാക്കിയപ്പോൾ, അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും സംഭവം. പ്രവാചകൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അഫത്താൻ അൻത യാ മുആദ്, ഫിത്ന ഉണ്ടാക്കണമെന്നാണ് ചോദിച്ചത്. ആരോടാ ചോദിക്കുന്നത്? സ്വഹാബത്തിൽപ്പെട്ട ഹറാമിലും ഹലാലിലും ഒക്കെ അങ്ങേയറ്റം പ്രാവീണ്യമുള്ള അറിവുള്ള സ്വഹാബിനോട് റസൂൽ ചോദിക്കണം. ഇതേ റസൂൽ തന്നെ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ച ആറാബിയോട് റിഫ്ഖോടുകൂടെയാണ് പെരുമാറിയത്. സ്വഹാബികൾ ഒച്ചിട്ടു എന്നാണ്. സ്വഹാബികൾ, കാരണം അത്രയും ഗൗരവമുള്ള തെറ്റാണല്ലോ ഇയാൾ ചെയ്യുന്നത്. സ്വഹാബികൾ വളരെ ദേഷ്യം പിടിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ തല്ലല്ലോ ഉദ്ദേശിച്ചത്, അവരെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒച്ചിട്ടു. ആ സമയത്ത് റസൂൽ എന്താ പറഞ്ഞത്? മഹ്മ, അടങ്ങുന്ന പറഞ്ഞു. റസൂൽ അവിടെ എന്ത് ചെയ്തു? അവരെ ശാന്തരാക്കി. കണ്ടോ? അപ്പോൾ അറിവില്ലാത്ത ആളുകളെ സമീപിക്കേണ്ടതും അറിവുള്ള ആളുകളെ സമീപിച്ചതൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഈ പലരും സഹോദരന്മാരെ നമ്മൾ ചിന്തിച്ചു നോക്കേ, നമ്മളുടെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും.
കുറച്ച് കാലഘട്ടം വരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്തായിരുന്നു? നേർവിപരീതമായിരുന്നു. ദീനിനെ സംബന്ധിച്ച് പല അഹ്കാമുകളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു ഇന്നതാണ് ശരിയെന്ന്. നമ്മളും പഴയ കാലഘട്ടത്തിൽ പലതും മനസ്സിലാക്കി വെച്ചിരുന്നത് തെറ്റായിരുന്നു, പിന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പൊ നമ്മളോടും ആളുകൾ പറഞ്ഞു തന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത് പലതും. അതുകൊണ്ട് നമുക്ക് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇൽമോടുകൂടെ, റിഫ്കോടുകൂടെ, സബറോടുകൂടെ. സബറുണ്ടാവണം. അവർ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ സ്വീകരിക്കണം എന്നില്ല, അല്ലേ? നമ്മൾ ചിലപ്പോൾ പറയും, ഞാൻ 10 പ്രാവശ്യം പറഞ്ഞു, 5 പ്രാവശ്യം പറഞ്ഞു, ഓൻ കേട്ടില്ല എന്നുള്ള ഒരു വൈകാരികത അപ്പുറത്തേക്ക് സബർ വേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചീത്ത വിളിച്ചെന്ന് വരും, ബുദ്ധിമുട്ടിച്ചെന്ന് വരും, സംസാരത്തിന് പ്രയാസം ഉണ്ടാക്കിയെന്ന് വരും. അപ്പോൾ സബർ വേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ നമ്മളുടെ ഉദ്ദേശം എന്തായിരിക്കാം? ബിഖസ്ദിൽ ഇസ്ലാഹ്. എൻ്റെ വ്യക്തി താല്പര്യങ്ങളല്ല, ജനങ്ങൾക്കിടയിൽ എന്തുണ്ടാവണം? നന്മ ഉണ്ടാവണം. കണ്ടോ, നീയത്ത് അത്രമാത്രം പ്രാധാന്യമുണ്ട്. നമ്മൾ ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള, നന്മയുള്ള, വളരെ മഹത്തരമായൊരു പ്രവർത്തനമാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അത് നമ്മളുടെ വൈകാരികതകളുടെ പേരിലായിരിക്കരുത് നിർവഹിക്കേണ്ടത്. എനിക്ക് ഇന്നാളോട് ദേഷ്യമുണ്ട്, അപ്പൊ ആ ദേഷ്യമുള്ള ആൾ ചെയ്ത ആ തെറ്റ് എൻ്റെ ഇന്ന കൂട്ടുകാരൻ ചെയ്തപ്പോൾ എനിക്ക് അവനോട് കുഴപ്പമൊന്നുമില്ല. ദേഷ്യമുള്ള ആൾ ചെയ്തപ്പോൾ ഞാൻ അവനെ ഭയങ്കര ഒച്ചയിട്ട് തിരുത്തും, ഇവനോട് മിണ്ടൂല. അതെങ്ങനെയാണ്? അതൊരു രണ്ട് വൈരുദ്ധ്യം. അപ്പൊ നമ്മളുടെ ഉദ്ദേശം നന്നാവനാണോ? നമ്മളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ദേഷ്യം തീർക്കലാണോ? ഒരിക്കലും ആവരുത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് അടുത്ത ഖായിദയായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് വുജൂബുൽ ഇഅ്തിദാലി ഫിൽ ഹുക്മി അലൽ മുഖാലിഫീൻ. മുഖാലിഫീങ്ങളായ അഥവാ തെറ്റു സംഭവിച്ച അബദ്ധങ്ങളുള്ള ആളുകളിൽ വരുന്ന അബദ്ധങ്ങൾ, ആ അബദ്ധം സംഭവിച്ച ആളുകളോടുള്ള ഇടപെടൽ അത് അതിലോടുകൂടെ ആയിരിക്കണം, നീതിയുക്തമായിരിക്കണം. മനസ്സിലാവുണ്ടോ? ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാളിൽ ഒരു അബദ്ധം സംഭവിച്ചു, അയാൾ തെറ്റുകാരനാണ് എന്നുള്ളത് കൊണ്ട് അയാളോട് എന്ത് ദുൽമും ചെയ്യാന്നാണോ? പാടില്ല. അഹ്ലുസുന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അവരിലുള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ, ഉണ്ടാക്കി പറയാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? അവരിലുള്ളത് മാത്രം. മുഖാലിഫീങ്ങളാണ് എന്നതുകൊണ്ട് എന്തും അവരെ കുറിച്ച് പറയാന്നാണോ? പാടില്ല. അവരിലുള്ളത് മാത്രം, അതും ആ അളവിൽ സംസാരിക്കണം. ഏത് തെറ്റാണോ ഉള്ളത് ആ തെറ്റിന്റെ ഗൗരവത്തിൽ സംസാരിക്കണം. എപ്പോഴും എന്ത് വേണം? അതിൽ വേണം എന്നുള്ളതാണ്. ആ അതിലോടുകൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ ശരിയായ മൻഹജനുസരിച്ച് നമ്മളുടെ പ്രബോധനവും നമ്മളുടെ ജീവിതവും ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ സഹോദരന്മാരെ, ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ജനങ്ങൾ ഈ ഹക്ക് സ്വീകരിക്കുന്നതിനും വലിയ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? ആളുകൾക്ക് ശരിയായ ഇസ്ലാം മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് സ്വീകരിക്കാൻ പറ്റും, അതിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റും. നേരെ മറിച്ച് ഇത് വഹിക്കുന്ന ആളുകളായ നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധമില്ലാതെ അനാവശ്യമായി ഇടപെടുന്ന, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന, അനാവശ്യമായി ഇങ്ങനെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളും ആളുകൾ എന്ത് ചെയ്യൂല, മനസ്സിലാക്കുന്നതിൽ അബദ്ധം സംഭവിക്കും. അതുകൊണ്ട് സഹോദരന്മാർ, ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മളുടെ സമയവും ആരോഗ്യവുമൊക്കെ ഈ ദീനിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ വേണ്ടി പരിശ്രമിക്കുക, നമ്മൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവൻ്റെ ദീനിനെ വളരെ നിഷ്പക്ഷമായി പഠിക്കാനും മനസ്സിലാക്കാനും ഹക്കായി തന്നെ അത് സ്വീകരിക്കാനും ബാത്തിലായി മനസ്സിലാക്കി അതിനെ വർജിക്കാനും ഒക്കെ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.